പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കവിതാലാപനത്തിന് വേണ്ടി ഒരു സെഷൻ. മുൻപ് പട്ടാമ്പി കവിതയുടെ കാർണിവലിൽ അങ്ങനെ ഒരു സെഷൻ നിശ്ചയിച്ചിരുന്നതാണ്. കവി പി രാമചന്ദ്രൻ മാഷ്. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാനും മുല്ലേട്ടനും തന്നെയാണ് ഈ സെഷൻ ചെയ്തത്. കഴിഞ്ഞ വർഷം സംസാരിച്ചത് കവിതയിൽ സംഗീതം വേണോ, കവിതാലാപനത്തിൽ സംഗീതം വേണമോ, അതൊരു വാഗ്വാദത്തിൻ്റെ തലത്തിലേക്ക് വരെ എത്തിയിരുന്നു. വിഷയം അന്ന് കാവ്യാലാപനത്തിലെ കല എന്നതായിരുന്നു. ഇന്ന് കാവ്യാലാപനത്തിലെ സൗന്ദര്യം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. കാവ്യാലാപനത്തിന് കവിതയുടെ സൗന്ദര്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പലപ്പോഴും വെറുതെ വായിച്ചു പോകുന്ന ഒരു കവിതയെ ആ കവിതയുടെ വരികൾക്കിടയിലുള്ള മൗനത്തെ പോലും സംഗീതമാക്കി മാറ്റുന്ന ഒന്നായിരിക്കണം കാവ്യാലാപനം എന്നാണ് കഴിഞ്ഞ 17 വർഷമായിട്ട് 2008 മുതൽ കാവ്യം സുഗേയം എന്ന ഒരു ബ്ലോഗ് വഴി, വെറും ഒരു പാഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് കാവ്യം സുഗേയം എന്നുള്ള ബ്ലോഗ്. ഇപ്പോഴത് യൂട്യൂബ് ചാനലായിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം എന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ വരികൾ, ആ വരികൾ തന്നെയാണ് പ്രചോദനം. തീർച്ചയായിട്ടും നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ മൗനങ്ങളെ, നമ്മുടെ ചിന്തകളെ കവിയായിട്ട് തന്നെ മാറുക, ചിലപ്പോൾ കഥാപാത്രമായി മാറുക, ചിലപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ട് മാറുക, ഇങ്ങനെ വിവിധ റോളുകളിൽ ഒരു ആലാപകൻ അല്ലെങ്കിൽ കാവ്യം ആലപിക്കുന്ന ആൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. രാമായണത്തിൽ ലക്ഷ്മണോപദേശം എന്നുള്ള ഭാഗത്ത്, ലക്ഷ്മണ സാന്ത്വനം എന്നുള്ള ഭാഗത്ത്, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമല്ലായികിലെന്തതിനാൽ ഫലം എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ശ്രീരാമൻ പോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. രാജമാതാവാണ്, രാജമാതാവാകും, രാജപത്നിയായിരുന്നു, രാജമാതാവാകും എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ സൂക്ഷിക്കുന്നതാകാം. അത്തരം മോഹങ്ങളൊന്നും അധികമില്ലെങ്കിലും കൗസല്യയ്ക്ക് അവിടേക്ക് ശ്രീരാമൻ എത്തുന്ന സമയത്ത് കൗസല്യയ്ക്ക് വല്ലാതെ സങ്കടമുണ്ടാവുന്നു. കൗസല്യ വല്ലാതെ നിസ്സഹായാണ്. തീർച്ചയായിട്ടും രാമന് കാട്ടിലേക്ക് പോയേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ട്. ആ സമയത്ത് കൗസല്യ പ്രാർത്ഥിക്കുന്നത്, എല്ലാ ആശ്രയങ്ങളും അറ്റു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കും. കൗസല്യ പ്രാർത്ഥിക്കുന്നുണ്ട്, സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. നമുക്ക് എഴുത്തച്ഛനിൽ തുടങ്ങാം. എഴുത്തച്ഛനിൽ തുടങ്ങാമെന്ന് പറയുമ്പോൾ നമുക്ക് കാവ്യാനുശീലനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കവിത ചൊല്ലലിൽ കിട്ടുന്ന കാവ്യാനുശീലനം. പിന്നീട് വന്ന കവികൾ ഒരുപാട് പേര് ഈ എഴുത്തച്ഛനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട്, ആശാനും വള്ളത്തോളും എല്ലാവരും, പിന്നീട് വന്ന എല്ലാ കവികളും എഴുത്തച്ഛൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അവരുടെയൊക്കെ കവിതകളിൽ ഉണ്ടാവും. അത് കാവ്യാനുശീലനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നിര തേടാൻ ഇറക്കി വിടുമ്പോഴും എൻ മകൻ ആശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും
തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിക്കുന്നു പ്രാർത്ഥിച്ചു നിന്ന അഹോരാത്രമ പ്രാർത്ഥനയിൽ തന്നെ ജന്മം ദഹിപ്പിക്കും അമ്മയും ജീവിതം. സഹശയനത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനെ എഴുതി. കുറച്ചിങ്ങോട്ട് വന്ന് കൽപ്പറ്റ മാഷ് അവർ വളരുകയാണ് എന്നുള്ളൊരു കവിത എഴുതി. ആ കവിത തുഞ്ചനെ ആശ്രയിച്ചുകൊണ്ട്, എന്നാൽ തുഞ്ചനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു ഗദ്യ കവിതയിലാണ് കൽപ്പറ്റ മാഷ് അത് എഴുതിയത്. അതിൻ്റെ അവസാനം മാത്രം ഞാൻ രണ്ട് വരി വായിക്കാം, കാരണം നമുക്ക് സമയം വളരെ കുറവാണല്ലോ. അത് ഇങ്ങനെയാണ്: അരിയിടുമ്പോൾ ഓരോ അമ്മയും അറിയാതെ ഒരു പിടി അരി കൂടി അധികമിടുന്നു, ഇപ്പോഴവന് പഴയ പോലെ മതിയോ. ഗദ്യത്തിനും താളമുണ്ട്, ഗദ്യവും കാവ്യാലാപനത്തിന് പറ്റും എന്ന് തെളിയിക്കുന്ന കവിതകളാണ്. ഇനി കവിതകളുടെ താളത്തെക്കുറിച്ചും, മലയാള കവിതയുടെ സന്ദർഭത്തിലാണ് നമ്മൾ പറയുന്നത്, താളവും അർത്ഥവും ഭാവവും ഒത്തുചേരുന്ന ആലാപന സൗന്ദര്യമുണ്ട്. പല കവിതകളും സിനിമാ ഗാനങ്ങളായിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം അല്ലേ മുരളിയേട്ടാ? രമണനാണ് ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും കവിത സിനിമയിലേക്ക് വന്നത്, ഗാനങ്ങളായിട്ട് വന്നത് രമണനിലാണ്. അതുപോലെ തന്നെ അഭയം എന്നുള്ള സിനിമയിൽ ഒരുപാട് കവിതകൾ പാട്ടുകളായിട്ടുണ്ട്. ശ്രാന്തമമ്പരം ജിയുടെ സാഗരഗീതം എന്നുള്ള കവിതയാണ്. മുരളിയേട്ടൻ അതൊന്ന് മൂളും അല്ലേ? രമണൻ എന്ന സിനിമയുടെ പ്രത്യേകത, മലയാളത്തിലെ കവിതകളിൽ സിനിമയായിട്ടുള്ള കുറേ കവിതകളുണ്ട്. അതായത് കരുണ പോലുള്ള കാവ്യങ്ങളൊക്കെ സിനിമയായിട്ടുണ്ടെങ്കിലും കരുണയിലൊക്കെ ONV കുമാരനാശാൻ്റെ വരികൾ അത് സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ട് പാട്ടുകൾ എഴുതുകയുണ്ടായത്. അതാണ് എന്തിനീ ചിലങ്കകൾ എന്നൊക്കെയുള്ള പാട്ടൊക്കെ വരുന്നത്. പക്ഷേ പൂർണ്ണമായും ആ കാവ്യത്തെ തന്നെ ആസ്പദമാക്കി അതിനെ മുഴുവനും ട്യൂൺ ചെയ്ത് ഒരു സിനിമയിൽ ചേർത്തത് മലയാളത്തിൽ രമണനാണെന്നാണ് രാഘവ മാഷ്. അപ്പം അതിലെ കാന ചായലാട് വേക്കാൻ, അതുപോലെ വെള്ളി നക്ഷത്രമേ, ശബല വ്യാമോഹങ്ങൾ, ഇങ്ങനെ ശാന്തപ്പി നായരൊക്കെ പാടിയിട്ടുള്ള നല്ല പാട്ടുകൾ തന്നെ പറയാം നമുക്ക്. ആ രീതിയിലാണ് കഥ പോകുന്നത്. വേറെ ഈ അഭയത്തിലെ കാര്യം പറഞ്ഞപ്പോൾ, അഭയത്തിൽ പലരുടെയും കവിതകൾ എടുത്തു ചേർക്കുകയായിരുന്നു. അതിനുവേണ്ടി എഴുതിയതെല്ലാം നനയ്ക്കുന്നു. പാവം മാനവ ഹൃദയം, അതുപോലെ ജയശങ്കരക്കുറുപ്പിൽ നള്ളി എന്നുള്ള കവിത കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ പല കവിതകൾ എടുത്തു ചേർക്കുകയായിരുന്നു അതിൽ. പക്ഷെ രമണനിൽ അങ്ങനെയല്ല. പിന്നെ വേറെയും കവിതകളുണ്ട്, കവിതാരൂപത്തിൽ എഴുതി സിനിമയിൽ വന്ന ധാരാളം പാട്ടുകൾ തന്നെ ഉണ്ട്. ഇത് ഇതേക്കുറിച്ച് വളരെ രസകരമായൊരു കഥയുണ്ട്. കാരണം ജയശങ്കരക്കുറുപ്പ് ഒരു ദിവസം ദക്ഷിണാമൂർത്തി സ്വാമിയോട് പറഞ്ഞത്രേ, ഈ ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം എന്ന് പറഞ്ഞിട്ടല്ലേ, താന്തമാരദ്ധ ക്ലേശ രോമന്ധം മമസ്വാന്തം എന്നൊക്കെയുള്ള വരികൾ ഒരു ഈണത്തിൽ ഒരു താളത്തിനുള്ളിൽ ഒതുക്കി അദ്ദേഹം ചെയ്തപ്പോൾ ജയശങ്കരക്കുറുപ്പ് പറഞ്ഞത്രേ, സ്വാമി എൻ്റെ കവിതയെ പഞ്ഞിയാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത്രയും ആസ്വാദ്യകരമാക്കി തീർത്തു. അതൊന്ന് പാടുമില്ല. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശരോമന്ധം മമ സ്വാന്തം ശ്രാന്തമമ്പരം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർദ്ധസുപ്തമെന്നാത്മാവന്തർലോചനം തുറക്കുന്നു. നീയപാരതയുടെ നീലഗംഭീരോദാര ഛായ നിന്നാശ്ലേഷത്താൽ എൻ മനം ജൃംഭിക്കുന്നു.
ശ്രാന്തമംബരം ക്ഷുദ്രമാമൻ കർണത്താൽ കേൾക്കുവാനാകാത്തൊരു ഭദ്രനിത്യതയുടെ മോഹന ഗാനാലാപാൽ ഉദ്രസംഭണലോല കല്ലോലജാലം പൊക്കി രൗദ്രഭംഗിയിലാടി നിന്നിടും ഭുജംഗമേ വാനം തൻ വിശാലമാം ശ്യാമവക്ഷസിൽ കൊത്തേറ്റാനന്ദ മൂർച്ഛാധീനം അങ്ങനെ നിലകൊള്ളൂ തത്തുകൻ ആത്മാവിങ്കൽ കൊത്തുകൻ ഹൃദന്തത്തിൽ ഉത്തുംഗഭണാഗ്രത്തിലെന്നെയും വഹിച്ചാലും താങ്ക് യു മുരളിയേട്ടാ. ഈ കവിത സാഗരഗീതം എന്നുള്ള ജിയുടെ ഈ കവിത നമുക്ക് കവിതയായിട്ട് തന്നെ ചൊല്ലാം. ഇതിൻ്റെ ആദ്യ ഭാഗമല്ല, ആദ്യ ഭാഗം ദക്ഷിണാമൂർത്തി സ്വാമി ശരിക്കും പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് സംഗീതം കൊടുത്ത കവിതയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്, നീരദ ലതാഗൃഹം പോകി ഇപ്പൊഴുതന്തി, അത് എസ് ജാനകി പാടിയിട്ടുണ്ട്. അതല്ലാതുള്ള ഒരു ഭാഗം അമ്പിളിച്ചഷകത്തിൽ നുരയും ദിവ്യാനന്ദം അമ്പിലേന്തിക്കൊണ്ടെത്തി ശുക്ലപഞ്ചമി മന്ദം ആ നതമുഖിയുടെ നീലഭ്രൂ നിഴലിച്ച പാനഭാജനം വെമ്പും കരത്താൽ സ്വയം വാങ്ങി ഭേനമഞ്ജുളസ്മിതം കലർന്നു നുകർന്ന അന്യജ്ഞാനമെന്നിയേ പാടും ഹർഷജൃംഭിത സത്വൻ ഭാവത്താൽ തരംഗിതമായ നിൻവിരിമാറത്ത് ആ വധു തലചാച്ചു നിൽക്കുന്നു ലജ്ജാമൂകം അല്ലണിക്കുഴലിതൻ ശ്ലഥവേണിയിൽ നിന്നുൽപുല്ലമാം 1000 മുല്ലമൊട്ടുകളിതാ ബിംബിത നക്ഷത്രങ്ങളല്ലവ നൂനം നിന്റെ കമ്പിത സ്നിഗ്ധോരസിൽ കൊഴിഞ്ഞുല്ലസിക്കുന്നു. കാമുക മുകരുക നിന്നെ മൂടുക ഞാനാ പൂമുടിച്ചുരുളിന്നു സൗഭാഗ്യമാശംസിപ്പൂ. ഇത് സാഗരഗീതം തന്നെയാണ്. നേരത്തെ ചൊല്ലിയ ആ കവിതയുടെ 3ാമത്തെ ഖണ്ഡമാണിത്. ഇത് കവിതയായിട്ടാണ് ഞാൻ ചൊല്ലിയത്. എന്നാൽ പൂർണ്ണമായിട്ടും രണ്ടാമത്തെ ഭാഗവും അഭയത്തിലെ ഉപയോഗിച്ചിട്ടുണ്ട്. നീരദലതാഗൃഹം പൂകി പൊഴുതന്തി നീരവമിരിക്കുന്നു എന്നുള്ള ഭാഗം. അതാണ് അക്ഷരങ്ങൾക്ക് ജീവൻ നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ കവിതാലാപനത്തിൽ നമ്മൾ ചെയ്യുന്നത്. എഴുതപ്പെട്ട വരികൾക്ക് ശബ്ദത്തിൻ്റെ ഒരു ചിറക് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ കുമാരനാശാനിലേക്ക് തന്നെ പോവാം. പ്രശസ്തമായിട്ടുള്ള ചിന്താവിഷ്ടയായ സീതയുടെ അവസാനത്തെ ഭാഗം. അവിടെ ഞാൻ ആ കവിത ചൊല്ലുമ്പോൾ രാമനെ വേർപിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ നിന്ന നിൽപ്പിൽ ഈ ലോകം വെടിയുന്ന ആ സതിയുടെ ചിന്ത, എനിക്കൊരിക്കലും കുമാരനാശാൻ്റെ ചിന്തകളിലൂടെ അല്ല അത് അവതരിപ്പിക്കേണ്ടത്. ഞാൻ ആ സീതയാവണം, എങ്കിൽ മാത്രമേ എൻ്റെ കാവ്യാലാപനം പൂർണ്ണമാവുന്നുള്ളൂ. കുറച്ച് വരികൾ ചൊല്ലാം. അത് കുമാരനാശാൻ്റെ. ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ ദിനസാമ്രാജ്യപദേ ദിവസ്പദേ
അനിയന്ത്രിത ദീപ്തിയാം കതിർക്കനകാസ്ത്രാവൃതനാം ഭവാനു ഞാൻ. സുസിതാംബരനായി വൃദ്ധനായി ബിസിനീ തന്തുമരീചികേശനായി ലസിതസ്മിതനായ ചന്ദ്രികാപസിതസ്നാത മൃഗാംഗ കൈതൊഴാം. സ്വയമന്തിയിലും വെളുപ്പിലും നിയതം ചിത്രവിരിപ്പു നെയ്തുടൻ വിയതാലയവാതിൽ മൂടുമെൻ പ്രിയ സന്ധ്യേ ഭവതിക്കു വന്ദനം. അതിഗാഠതമസ്സിനെ തുരന്നെതിരെ രശ്മികൾ നീട്ടി ദൂരവേ ദ്യുതി കാട്ടുമുടുക്കളെ പരന്നതി നിങ്ങൾക്കതിമോഹനങ്ങളെ. ഇങ്ങനെ പോയിട്ട് അവസാനം ശ്രീരാമൻ്റെ കൈവിട്ട് ആവശ്യമില്ല ഈ ഭുജത്തിൻ്റെ തണൽ എനിക്ക് ആവശ്യമില്ല എന്ന് ദ്യോവിലേക്ക് പറന്നുയരാൻ പോവുകയാണ് ഞാൻ എന്ന് പറയുന്ന സീതയാവുകയാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു. പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ. പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ. ഭയമറ്റു പറന്നു പോയിടാം സ്വയമിദ്യോവിലൊരാശ്രയം വിനാ. കനമാർന്നെഴുമണ്ഡമണ്ഡലം മനയും മണ്ണിവിടില്ല താഴയാം. ദിനരാത്രികളറ്റു ശാന്തമാമനഘസ്ഥാനമിതാതിധാമമം. രുചയാൽ പരിപക്വസത്വനായി നിജഭാരങ്ങളൊഴിഞ്ഞു ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമിപ്പദം. സീതയുടെ ആ ദുഃഖം, സീതയുടെ സങ്കടങ്ങൾ, അതിചിന്തകൾ മുഴുവൻ സ്വന്തം മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവേണം ഈ ഭാഗങ്ങളൊക്കെ ചൊല്ലാനെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിന് ആലാപനത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അതിലെ വാക്കുകളെ എങ്ങനെ ഞാൻ ആലാപനം എന്നുള്ളതിനെ അതിനെ സംഗീതവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ആലാപനം എന്നുള്ളൊരു വാക്കിനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സംഗീതത്തിലെ ആലാപനം എന്ന് പറഞ്ഞാൽ അത് വിസ്തരിക്കലാണ്, കുറേ കൂടി ആലാപ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം രാഗവിസ്താരം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പക്ഷേ ഇവിടെ അത് പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. ഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഇപ്പം ഈ ഒരു ഈണം, ഇപ്പം നിങ്ങൾ പാടിയ ഈണം, അത് ഭാവം കൊണ്ടുവരാൻ ഏതെങ്കിലും രാഗത്തെ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല, അല്ല, അറിയാതെ അതിൽ രാഗമുണ്ട്, ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിങ്ങനെ സ്വാഭാവികമായിട്ടൊരു കവിത കേൾക്കുമ്പോൾ വരുന്നതാണ്. അല്ല, അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മലയാള കവിതയെ ചൊല്ലേണ്ടത് ഇങ്ങനെ ആദ്യകാലത്ത്, അല്ല ഞാൻ പറയട്ടെ, അതായത് ആദ്യകാലത്ത് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിരുന്നതും കവിത ചൊല്ലിയിരുന്നതും ഒക്കെ മോഹനം എന്ന് പറഞ്ഞൊരു രാഗത്തിൻ്റെ ബേസായിട്ടാണ്. പക്ഷെ അത് അറിയുന്നില്ല. ഇപ്പോൾ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്ന് പാടുന്നതും നമ്മൾ കണി കാണും നേരം എന്ന പ്രാർത്ഥന ചൊല്ലുന്നതും ഒക്കെ അതിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു മോഹനമുണ്ട്. അത് മലയാളിയുടെ, എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളിയുടെ ഒരു രാഗം തന്നെ മോഹനമാണോ എന്ന് പലപ്പോഴും മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. ദേവരാജ മാഷൊക്കെ 10-40 പാട്ടൊക്കെ വ്യത്യസ്ത ഭാവങ്ങളിൽ, ഒരു മനുഷ്യൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ മോഹനത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഈ മോഹനരാഗ ബോംബെ രവി എന്ന് പറയുന്ന ആൾ മലയാളത്തിലേക്ക് ചെയ്തപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ മോഹനത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മഞ്ഞൾ പ്രസാദ് എന്നുള്ള പാട്ടായാലും, ആരോയും ഭാവഗായകനാക്കുന്നുള്ള പാട്ടായാലും, ചന്ദനലേപ സുഗന്ധം എന്നുള്ള, ഇങ്ങനെയൊക്കെ കുറേ പാട്ടുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിപക്ഷവും മോഹനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ മോഹനം എന്ന് പറഞ്ഞ രാഗത്തിനെ മലയാളിയുടെ രാഗമായി വിചാരിച്ചോ എന്നൊരു സംശയം. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഒറ്റ മിനിറ്റ്. അപ്പോൾ പിന്നീട് അതെന്ത് മാറി എന്ന് വെച്ചാൽ, ഇപ്പോൾ ONV ഇങ്ങനെയുള്ള ആളുകൾ ചൊല്ലി തുടങ്ങിയപ്പോൾ അത് ചൊല്ലി കാസറ്റൊക്കെ ആയി വന്നപ്പോൾ പിന്നീട് ഒരു കാലം കാസറ്റുകളുടെ ഒരു കാലമുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ അത് ശിവരഞ്ജിനി എന്നൊരു രാഗത്തിലേക്കാണ് പോയത്. അതിലൊക്കെ നിങ്ങളിപ്പോൾ പാടിയിട്ടുണ്ട്, നിങ്ങൾ അറിയാതെ അതിലൊക്കെ പാടിയിട്ടുണ്ടാവും. പിന്നെ മോഹനത്തിൽ പാടിയിട്ടുണ്ടാവും, കാനഡ എന്നുള്ള രാഗത്തിൽ പാടിയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഇദ്ദേഹം പാടുന്നു, അറിയാതെ ജനനയെ പരിണയിച്ചൊരു യവന കഥം പഴകി
എന്ന് പറയുമ്പോൾ അപ്പൊ അതിൽ ഈ ഒരു രാഗം ONV അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചൊല്ലുന്ന ഇതിലാണ്, മോഹനം മാറി ഇപ്പൊ ഇതിലാണ്. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണോ ചൊല്ലുന്ന? ഞാൻ ഏതെങ്കിലും ആളെ, ഏതെങ്കിലും ഒന്നൊരു കടമ്പനിട്ടെ, അല്ലെങ്കിൽ ബാലേന്ദ്ര ചുള്ളിക്കാടനെ, അല്ലെങ്കിൽ ONV അല്ലെങ്കിൽ മധുസൂദനൻ നായരെ, അവരുടെ രീതി എന്തെങ്കിലും അവരുടെ ഏതെങ്കിലും പിൻപറ്റിയാണോ നിങ്ങൾ ഈ കവിതകൾ ചൊല്ലാൻ ഉപയോഗിക്കുന്നത് ഞാൻ ചോദിച്ചു. ഇല്ല, അങ്ങനെയില്ല. ഞാനിപ്പം ബാലാമണിയമ്മയെ കുറിച്ച് ഇപ്പൊ വരാൻ നേരത്ത് ഞങ്ങൾ സംസാരിച്ചതാണ്. ദിവാകരൻ വിഷ്ണുമംഗലവും ഒക്കെ ഇങ്ങനെ കവികളുടെ പേര് ഒന്നൊന്നായിട്ട് പറഞ്ഞു പോകുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ബാലാമണിയമ്മയെ പ്ലേസ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് അവരാരും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ബാലാമണിയമ്മയെ കുറിച്ച് പറയാത്തതെന്ന്. ആത്മീയത എന്താണ്? മാതൃത്വം എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ആത്മീയമായ നിർവൃതിയിലേക്ക് ഒരു സ്ത്രീയെ സ്ത്രീ എന്ന് പറയുന്നില്ല, ശരിക്കും പറഞ്ഞാൽ സ്ത്രീ അല്ല, അതോടെ മനുഷ്യന്റെ എല്ലാ ഇതും വരും. വിളി എന്നൊരു കവിതയുണ്ട് ബാലാമണിയമ്മയുടെ. വെറുതെ പഴകിയ വീട്ടു സാമാനങ്ങൾ തൻ മുറി കെട്ടുവാൻ നോക്കാതുടനെ പോരൂ നന്നല്ലിജടങ്ങളിൽ ഇത്രമേലുൾക്കൂറ അവ നമ്മൾ കാൽ വയ്ക്കുന്നിടത്തുയരും പൊടി മാത്രം. പിന്നെയും വിളികൂട്ടി മുറ്റത്തു അതാണ്, അങ്ങനെയാണ് പോകുന്നത്. ആത്മീയതയിലേക്ക് കൃത്യമായിട്ട് വിളിക്കുന്നതാണ്, വരൂ എന്ന് വിളിക്കുന്ന ഒരു കവിത. ഒരു പക്ഷേ ബാലാമണിയമ്മയുടെ മറ്റാരും കാണാത്ത ഒരു കവിതയാണ് അത് എന്ന് ഞാൻ പറയും. അതുപോലെ വൃദ്ധകന്യക എന്നുള്ള കവിത. ഇത് ഞാനത് ചൊല്ലിയൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ പുതിയതായി ഇപ്പം രാഗങ്ങളെയൊക്കെ സമീപിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് പാലൂരിൻ്റെ ഒരു കവിത ഞാൻ ചൊല്ലുന്നൊരു സാധനമുണ്ട്, പ്രഭാത വന്ദനം എന്ന് പറഞ്ഞ ഒരു കവിത, ഉഷസ്. അത് ഞാൻ ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ഉഷസ്സേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ആരു എന്ന് പറയുന്നതിനൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഉഷസ്സേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ വെളുക്കുന്നതിനും വെഴുന്നേറ്റ് മുങ്ങിക്കുളിച്ചെത്തിടും നിത്യചൈതന്യമേ, സത്യസൗന്ദര്യമേ, സാരസർവസ്വമേ, കത്തുമഗ്നിക്ക് തുല്യം ജ്വലിക്കുന്ന നിൻരാഗപൂരങ്ങളിൽ ജീവജാലങ്ങളിൽ രോമഹർഷങ്ങളെന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്ക് തുല്യം. ഇങ്ങനെ പാടിയപ്പോ കോളേജിലൊക്കെ സാധാരണ പുതിയ ജനറേഷൻ കുട്ടികൾ കവിയും ഇങ്ങനെ ചൊല്ലുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പോലും വളരെ ഭയത്തോട് കൂടിയിട്ട് പോയിട്ട് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തന്നെയാണ് കവിതയുടെ സൗന്ദര്യം, ഇങ്ങനെ ചൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ ഒരു കവിത, അപ്പോ ഇടത്തല്ല വലത്തല്ല നടുക്കല്ലം സരസ്വതി വെളുത്ത താമര പൂവിൽ ഉറക്കമല്ല. അതിൽ കൃത്യമായ രാഗമുണ്ട് അതിനകത്ത്. പക്ഷെ അത് കവിതയെ നശിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? തുടിക്കുന്ന ജനത തൻ കരളിൻ്റെ കരളിലെ തുടുത്ത താമര പൂവിൽ അവൾ വാഴുന്നു. പദവ്യക്തി, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആലാപനത്തിൽ. പദവ്യക്തിയും പദച്ഛേദവും കൃത്യമായിട്ട് മുറിഞ്ഞു വരിക, ഭാവം അനുസരിച്ച് വാക്കുകൾ ഉച്ചരിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് താളം. സംഗീതം പോലെ തന്നെയാണ് താളത്തിൽ നമ്മൾ കൂടുതൽ വൃത്തങ്ങൾക്ക് അനുസരിച്ച താളഭേദങ്ങൾ, അതൊക്കെ വളരെ സൗന്ദര്യാത്മകമായിട്ട്. ഞാനിപ്പോ പാടിയ താളമുണ്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പാടിയത് സംഗീത പദ്ധതി പ്രകാരം മിശ്ര ചായ്പ് എന്ന് പറയും. 1 2 3 1 2 3 4 ഇടത്തല്ല വലത്തല്ല എന്ന് പറഞ്ഞ താളമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കവിതയിലെ താളങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ അടുത്ത കാലത്ത് കവി മനോജ് കുറൂര് താളത്തിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമാണ് അദ്ദേഹത്തിന്.
അദ്ദേഹം കുറച്ച് താളങ്ങളെക്കുറിച്ച് വളരെ മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കവിതകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ആദ്യം സമീപിക്കുക മനോജ് കുറൂരിനെ തന്നെയാണ്. അപ്പോൾ മനോജ് വളരെ ഈയിടെ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കവിത, 4ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിലുള്ള ഒരു കവിതയെക്കുറിച്ച് മനോജ് കുറൂർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മർമ്മതാളം ഹരിണി, കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ. കുഞ്ചൻ നമ്പ്യാരുടെ ഹരിണി സ്വയംവരം എന്നുള്ള തുള്ളലിൽ വരുന്ന കുറേയധികം താളങ്ങളുണ്ട്. കുംഭിതാളം, ലക്ഷ്മിതാളം, കാരികതാളം, മർമ്മതാളം പോലുള്ള താളങ്ങൾ. അതിൽ ഈ മർമ്മതാളത്തിനെ കുറിച്ച് മനോജ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ 4ാം ക്ലാസ്സിലെ മഴുവും വൻവടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത്, ഇതാണ് അതിൻ്റെ ഒരു താളത്തിൻ്റെ ഒരു ഘടന വരുന്നത്. സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത്, സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി, മണിയപ്പനൊരുങ്ങി മഴുവാൽ നഖമോരോന്നു മിനുക്കി, പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും, മുഖമങ്ങു തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും, തടി വെട്ടിമറിക്കാൻ ഒടുവിൽ വടമതിലിട്ടു വലിക്കെ, പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും, ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും, പണി നിർത്തുകിലെന്നും കൂരയിൽ എങ്ങനെ കഞ്ഞി കുടിക്കും. മനോജ് ഇത് പറയാൻ കാരണം, ഇപ്പോൾ അധ്യാപകർ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് മർമ്മതാളമാണെന്നോ ഇതിൻ്റെ ഒരു വായ്ത്താരി ഇങ്ങനെയൊക്കെയാണോ എന്നൊന്നും അറിയില്ല. അതല്ലാതെ പഠിപ്പിക്കുന്ന അധ്യാപനത്തെ കുറിച്ചാണ് പറഞ്ഞത്. മനോജിന് താള പദ്ധതിയെ പറ്റി അറിയാം. അതെ, അദ്ദേഹം ചെണ്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, കൃത്യമായിട്ട് അറിയാം. അതെ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് അങ്ങനെ വിശദീകരിക്കുന്നത്. അല്ലെ സാധാരണ ഒരാളെ പോലെ അതല്ലാതെയും ചൊല്ലാം. അധ്യാപകർക്ക് ആ ഒരു താളഘടനയെ കുറിച്ച് ഉള്ളിലുണ്ടാവും ചില അതിന് പ്രത്യേകിച്ച് പേരിടണം എന്നൊന്നുമില്ല. മഴുവും വൻവടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത്, സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത്, സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി, മണിയപ്പനൊരുങ്ങി മഴുവാൽ നഖമോരോന്നു മിനുക്കി, പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും, മുഖമങ്ങു തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും, തടി വെട്ടിമറിക്കാനൊടുവിൽ വടമതിലിട്ടു വലിക്കെ, പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും, ഒരു പച്ചയെടുത്തൻ ജീവിതമെങ്ങനെ പച്ച പിടിക്കും, പണി നിർത്തുകിലെന്നും കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും. താളത്തോടൊപ്പം കവിതയുടെ ഒരു അർത്ഥവ്യക്തിയും വരുന്ന രീതിയിൽ കുറച്ച് ഭാവമൊക്കെ കൊടുത്തുകൊണ്ട് ചെല്ലുന്ന സമയത്ത് കുട്ടികൾക്കത് കുറച്ചുകൂടെ നന്നായിട്ട് ഉൾക്കൊള്ളാനാവും എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതുതന്നെയാണ് കാവ്യാലാപനത്തിൻ്റെ ഇതും കൂടിയാണ്. ഈ താളവും താളത്തോടൊപ്പം അർത്ഥവ്യക്തിയും അതിനോടൊപ്പം ചേർന്ന ഭാവവും ഒപ്പം മുലയേടൻ പറയുന്നത് പോലെ ആ സംഗീതവും. ഞാൻ ഖത്തറിലുണ്ടായിരുന്നു 1.5 മാസം. ഒരു സ്കൂളിൽ ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് ആ സമയം അവിടെ പോയിരുന്നു. അപ്പം എന്നെ ആ കൊച്ചുകുട്ടികളാണ്, അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്ന കുട്ടികളാണ്. അവർക്ക് ഇതൊന്നും അറിയില്ല, എല്ലാം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുക. എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ പ്രയാസമാണ്. മലയാളി കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളുമുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് എന്നിലേക്ക് ആകർഷിക്കേണ്ടതെന്ന് വലിയ പ്രശ്നമായി. മലയാളത്തിൽ സിനിമാ പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ ഓത്തുപള്ളി എന്നുള്ള പാട്ടാണ്. അതും പാടി നോക്കി, രക്ഷയില്ല. അപ്പോൾ വെറുതെ ഞാൻ കുട്ടികളോട് മലയാളത്തിൽ ചില ഇതൊക്കെ ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഞാൻ തന്നെ പാടിയിട്ടുള്ള സുഗത ടീച്ചറുടെ ഒരു കവിത കുട്ടി ചൊല്ലി. അപ്പോൾ എനിക്കത് വലിയൊരു അഭിമാനമായി തോന്നി, കൂടാതെ അത്ഭുതമായിട്ടും തോന്നി. കാരണം അതവർക്ക് എന്താ ആകർഷിച്ച അതിനകത്തുള്ള ഒരു പക്ഷി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പാരിസ്ഥിതികമായ വിഷയങ്ങൾ അവർക്ക് നേരിട്ട് പരിചയമുള്ളതായിരിക്കാം. അവിടെ തന്നെ നാട്ടിൽ ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി,
മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി നോവുമെന്നോർത്ത് പതുക്കെയനങ്ങാതെ പാവം പണി പെട്ടു പാടിടുന്നു. ഇടറുമിഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവ് ചുമർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടു വീണ്ടും പതുക്കെ മൂളുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഇതിൻ്റെ ഒരു ട്യൂൺ നിശ്ചയിച്ച് ഞാൻ തന്നെയാണ്. പക്ഷെ അതിലൊരു പ്രത്യേകത ഉണ്ട്. കാരണം എനിക്ക് എവിടെ വേണമെങ്കിലും ഉയർത്തുകയോ താഴ്ത്തുകയോ ഒക്കെ ചെയ്യാമല്ലോ എൻ്റെ ഈ രാഗത്തിനനുസരിച്ചിട്ട്. പക്ഷെ ഞാൻ ഇത്രയും നേരം പാടിയത് മുഴുവൻ ഒരേപോലെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാടുന്ന ഇരുളിൽ തിളങ്ങി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമര ചോട്ടിലെ പുല്ലുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഇത് കുട്ടികൾക്ക് എങ്ങനെ ആകർഷിച്ചു എന്ന് എനിക്കറിയില്ല. ഞാനത് കാസറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒരു വിദേശത്തുള്ളൊരു കുട്ടി, ആ ഒരു കുട്ടിയെ, ഒരു മലയാളി കുട്ടിയെ പക്ഷെ കാസറ്റിലൂടെ കേട്ട് കാണും. പക്ഷെ എന്നാൽ അതിന് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അതെങ്ങനെ ആകർഷിച്ചു എന്നുള്ളത് എനിക്ക് അന്നൊരു അത്ഭുതമായി തോന്നിയിരുന്നു. ഇപ്പോൾ അത്ഭുതം തന്നെയാണ്. ഇവിടുത്തെ കുട്ടികളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇതിൽ കവിതയുടെ ഭാവത്തിനെ കുറിച്ച് പറയുന്ന ചുള്ളിക്കാടിൻ്റെ ആദ്യകാല കവിതകളൊക്കെ ഒരു കവിത ചൊല്ലാമെന്ന് തോന്നുന്നു. അതിനൊരു സദ്ഗതി എന്നുള്ള ഒരു കവിതയുണ്ട് ചുള്ളിക്കാടിൻ്റെ. ചുള്ളിക്കാട് ആവശ്യപ്പെട്ടിട്ട് തന്നെ ഒരിക്കൽ ഇതുപോലെ ഞാൻ ചൊല്ലിയിരുന്നു. അത് ഒടുവിൽ അമംഗള ദർശനയായി ബധിരയായ അന്ധയായി മൂകയായി നിരുപമ പിങ്കള കേശിനിയായി മരണം നിന്നിലും വന്നു നിൽക്കും. പരിതാപമില്ലാതവളോടൊപ്പം പരലോകയാത്രയ്ക്കിറങ്ങും മുമ്പേ വഴിവായനയ്ക്കൊന്നു കൊണ്ടുപോകാൻ സ്മരണ തൻ ഗ്രന്ഥാലയത്തിലെങ്ങും. ധൃതിയിലെന്നോമനെ നിൻ ഹൃദയം പരതി പരതി തളർന്നു പോകെ ഒരു നാളും നോക്കാതെ മാറ്റിവച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും. അതിലെന്റെ ജീവന്റെ നേരു കാണും, അതിലന്നു നീ എന്റെ പേരു കാണും. അതിലെന്റെ ജീവന്റെ നേരു കാണും. പരകോടിയെത്തിയൻ യക്ഷജന്മം പരമാണുഭേദിക്കുമാ നിമിഷം. ഉദിതാന്തര ബാഷ്പ പൗർണമിയിൽ പരിദീപ്തമാകും നിന്നന്തരംഗം. ക്ഷണികെ ജഗൽ സ്വപ്നമുക്തയാം നിൻ ഗതിയിലൻ താരം തിളച്ചൊലിക്കും.
നേരത്തെ ഞാൻ ചൊല്ലിയ ബാലാമണിയമ്മയുടെ വിളി എന്നുള്ള ആ കവിതയുടെ ഒരു അത്രയും അതിൻ്റെ ഒരു ആന്തരികമായിട്ടുള്ള ഭാവം ഉൾക്കൊള്ളുന്ന കവിതയാണ് ഇത്, സദ്ഗതി എന്നുള്ള ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ കവിതയും. നേരത്തെ കുറച്ച് മുമ്പത്തെ സെഷനിൽ ശ്രീ സക്കറിയ പറഞ്ഞു, കരയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് മറ്റൊരു രീതിയിൽ കവിതയിൽ എല്ലാവരും നേരത്തെ പറഞ്ഞു വെച്ചതാണ്. കവിത രുദിതാനുസാരിയാണ്, നമുക്ക് ശോകം കൂടുതൽ. അതുകൊണ്ടാണല്ലോ വാൽമീകി അങ്ങനെ ഒരു ആദ്യ ശ്ലോകത്തിന് തുടക്കം കുറിച്ചത്. കവിത രുദിതാനുസാരിയാണ്, പലപ്പോഴും സങ്കടം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മോഹനവും പിന്നെ ശിവരഞ്ജിനിയും ഒക്കെ ഇതൊക്കെ അല്ല വിഷാദരാഗങ്ങളാണ് അല്ലേ പൊതുവെ. പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതിന് ഉപയോഗിക്കുമോ? അത് ഉപയോഗിക്കുന്ന പോലെയാണ്, അല്ലാണ്ട് അല്ല രണ്ടും ആവാം. അത്തരം മോഹനത്തെ ദേവരാജ മാഷ് വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് മോഹനത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇന്ന രാഗത്തിന് ഇന്ന ഭാവം എന്നുള്ളതിനെ പൊളിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. നമ്മുടെ സമയം കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ ഒരു തലമുറ, അപ്പൊ ആശാന്റെ ഉള്ളൂരിന്റെ വള്ളത്തോളിന്റെ ഒരു തലമുറ ഉണ്ട്, അവർക്ക് പിന്നാലെ വന്ന കുമാരപിള്ള സിനിമയിൽ തന്നെ ഉത്തരായണത്തില് കുമാരപിള്ള സാറിന്റെ ഒരു കവിത ഉപയോഗിച്ചില്ല, രാഘവ മാഷിന്റെ ഹൃദയരോമാഞ്ചം സ്വരരാഗംഗയായി പകരും മണിവീണ മൂകമായി ഹൃദയത്തിൻ രോമാഞ്ചം. അതിൽ നമ്മൾ മ്യൂസീഷ്യൻ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഓരോ വാക്ക് മാത്രമല്ല, അതിനകത്ത് ഏത് സ്വരസ്ഥാനങ്ങളുടെ ഭാവം കൂടി ഉപയോഗിക്കും. സ്വരരാഗംഗയായി, അപ്പൊ ആ നോട്ടിന് ഗംഗയായി എന്നും പറയും. പകരും മണിവീണ മൂകമായി തകരും. അപ്പൊ ഓരോ നോട്ടിന് എങ്ങനെയാണ്, അതാണ് മ്യൂസീഷ്യൻ നോക്കുന്നത്. അതാണ് തന്തുവിൽ തളരാതെ എന്നെന്നും തഴുകുന്ന കൈകൾ കുഴഞ്ഞു പോയി. അപ്പൊ സംഗീതജ്ഞൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ രാഘവ മാഷ് ഒരു ചെയ്തൊരു സംഗീതനുണ്ട്. ഇപ്പോൾ ഒരു കവിതയില്ലേ, പാഥേയം എന്ന് പറഞ്ഞിട്ടൊരു കവിതയില്ലേ ONV യുടെ, അതെങ്ങനെ ONV ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. മറന്നുപോയി. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ ONV ചൊല്ലുന്നത്. പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ, എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും സൗഗന്ധവും മൗനപാത്രങ്ങളിൽ കാത്തുവെച്ച മാധുര്യവും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ട്, അതും പേറി ഞാൻ യാത്ര തുടരുന്നു. ഇത് രണ്ടുപേരും ഈ കവിത എങ്ങനെയാണ് ONV ചൊല്ലിയതെന്ന് അറിയാതെ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ഇതേ വരികൾ രാഘവ മാസ്റ്റർ ട്യൂൺ ചെയ്ത് ഞാൻ പാടിയിട്ടുണ്ട്. അതെങ്ങനെ ഞാനേ കേട്ടിട്ടുള്ളൂ, ONV സാറ് പാടിയ. രാഘവ മാസ്റ്റർ ഇങ്ങനത്തെ ഒന്നും കേൾക്കുന്ന ഒരാളെന്നില്ല. അതും ഇതേ അറിയാതെ ഈ രാഗത്ത് തന്നെ വന്നു പോവുകയാണ്. അതെങ്ങനെ വരച്ച മായുന്ന സന്ധ്യകൾ എന്ന് ONV പറഞ്ഞതിന് പകരം രാഘവ മാസ്റ്റർ പറ മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. ഇനി മാഷ് പ്ലേസ് ചെയ്തേക്കോ, എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. അപ്പൊ അതിന് വേറൊരു
ഒരു കഥാപാത്രത്തിൻ്റെ ഇത് കൂടിയാണല്ലോ നാടകത്തിൽ വരുമ്പോൾ. അങ്ങനെ കൂടി വന്നപ്പോൾ അതിന് വേറൊരു തലത്തിലേക്ക് വന്നു. സെയിം രാഗം തന്നെയാണ്. നിർത്തണം എന്നാണോ പറഞ്ഞത്? സമയം ആയി എന്നാണ് അവിടുന്ന് മെസ്സേജ് വന്നത്. പുതിയ കാല കവികളുടെ ഒരു തലമുറ, അതായത് ആശയപരമായി ഏറ്റവും പുതിയതായിട്ട് ചിന്തിക്കുകയും പക്ഷെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ പുതിയ കാലത്ത് നമ്മൾ കവിത ചൊല്ലുന്നല്ല, പറയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അല്ല, ആയിക്കോട്ടെ, ചൊല്ലുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. എന്റെ ചോദ്യം അതല്ല. ഈ പറയുന്ന കവിതക്ക് എന്തിനാ ബാക്കിൽ ശ്രുതി കൊടുക്കുന്നത്? പറയുന്ന ഉണ്ട്, ഗദ്യത്തിനും താളമല്ലേ? ഗദ്യം പറയുന്നതിനും ഒരു താളമുണ്ട്. താളമല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഒരാൾ കേട്ടിരിക്കണമെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഒരു താളം വേണം. ജ്യോതി, ഞാൻ പറഞ്ഞത് താളത്തിനെ കുറിച്ചല്ല പറയുക. അത് വാക്കുകൾക്കുള്ളിൽ താളമുണ്ട്, നമ്മൾ റിതം എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ഉണ്ട്, അതല്ലേ? ഇതിന് നമ്മളിത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ശ്രുതി വെക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് പറയുന്നതിന്. അത് സ്വരസ്ഥായികളുടെ ഒരു അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സംഗീതത്തെ വീണ്ടും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, അതല്ല ഞാനിനി സമയം കുറവായതുകൊണ്ട് നമുക്ക് ഈ പുതിയ കാല കവികളിലേക്ക് കൂടെ കിടക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അവരെ ഓരോ തലമുറയായിട്ട് തന്നെ പറയാൻ പറ്റും. ആശാനും വെള്ളത്തോളും ഉള്ളൂരും കഴിഞ്ഞ് ഇടശ്ശേരിയും വയലോപ്പള്ളിയും അവരുടെ തലമുറ, ബാലാമണിയമ്മയും ജിയും സുഗതകുമാരിയും വിജയലക്ഷ്മിയും ഒക്കെ അത് ആ ഒരു തലമുറയിൽ നിന്ന് വന്നിട്ട് പിന്നീട് മനോജ് കുറൂരും രാമനും ടോണി ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറുക്കൻകുന്ന് പോലുള്ള കവിതകൾ അത് കാവ്യാനുശീലനത്തിൽ നിന്ന് മാത്രം വരുന്നതാണ്. പുതിയ കാല കവികൾ പലരും പറയാറുണ്ട് എന്തിനാണ് കാവ്യാനുശീലനം എന്ന്. ആ കാവ്യാനുശീലം കിട്ടിയവരുടെ കവിതകൾ ഇപ്പോൾ ദിവാകരൻ വിഷ്ണുമംഗലം ഇവിടെ ഇരിക്കുന്നുണ്ട്. കരുണക്കാതൽ എന്നുള്ളൊരു കവിത വി.എം. ഗിരിജയുടെ ഈ അടുത്ത കാലത്ത് അണലിപ്പാമ്പ് കണക്ക് എന്നൊരു കവിത വന്നിട്ടുണ്ട് മാതൃഭൂമിയിൽ. അതിൻ്റെയൊക്കെ ഒരു കാവ്യാനുശീലം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആവിഷ്കാരപരം, അതാ ഞാൻ പറയാം, ആശയപരമായി പുതിയ കാലത്തിന്റെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ പഴയ കാലത്തിന്റെ ആ ഒരു വൃത്തമെന്ന് ഞാൻ പറയുന്നില്ല, വൃത്തഛായയും താളവും ഒക്കെ ചേർത്ത് വരുന്ന കവിതകൾ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ച് ഗദ്യകവിത നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ അതാണ് ശ്രുതി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ശ്രുതി ബാക്കിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ട് അതിൻ്റെ എന്താ പറയുക സ്വരഭേദങ്ങൾ സംസാരത്തിലും അത് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അത് എന്ന് തോന്നുന്നു. പുതിയ കാല കവികളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള കവികളും ഉണ്ട്. ഈ താളത്തിലൊക്കെ എഴുതുന്നവരിൽ ശ്രീകാന്ത് താമരശ്ശേരി അവരിൽ ഒന്നാമനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീകാന്ത് താമരശ്ശേരി, കണിമോളുണ്ട്. കണിമോളൊക്കെ കുറച്ചുകൂടെ തൊട്ട് മുമ്പിൽ വരുന്നതാണ്. കണിമോളുണ്ട്, ദുർഗാപ്രസാദ് ഉണ്ട്, നിഷ നാരായണനുണ്ട്, ഷീജ വക്കമുണ്ട്. അങ്ങനെ കുറേ അധികം പേര് ആ ഒരു താളത്തിൽ തന്നെ എഴുതി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം പലരും ഉന്നയിക്കുമ്പോൾ പോലും അത് വായിക്കാൻ കൂടുതൽ ആസ്വാദകർ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു സ്ഥിതി കൂടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കവിതകൾക്കൊന്നും അങ്ങനെ പിന്നെ അത് പ്രോത്സാഹിപ്പിക്കാൻ തീർച്ചയായിട്ടും വാരികകളൊക്കെ ഉണ്ട്, ഇത്തരം കവിതകൾ പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ അത് ഇത്തരം കവിതകൾ ആലാപനത്തിനുള്ള കവിതകൾ, ആലാപനം എന്ന് പറയുന്നത് തന്നെ എനിക്കറിയില്ല, അത് അങ്ങനെ പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ചൊല്ലലുണ്ട്, പാടലുണ്ട്, അത് പറയലുണ്ട്, അതിലേതാണെന്നുള്ളത് എന്തും എല്ലാറ്റിലും അതിൻ്റെതായ ശക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സംഗീതം ചേർന്ന് ഇപ്പം നേരത്തെ എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ആ പാടിയ കവിതകൾ കയറിയത്. അതുപോലെ നമുക്ക് ഭാവാത്മകമായിട്ട് കവിതകൾ ചൊല്ലാനും പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ തർക്കത്തിലേക്കൊന്നും പോകാൻ ഞാനില്ല. കുറച്ച് കവിതകൾ ചൊല്ലുക, കുറേ അധികം കവിതകൾ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്രയേ ചൊല്ലാൻ പറ്റുള്ളൂ, സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഇൻ്ററാക്റ്റീവ് സെഷനിലേക്ക് പോകാൻ സമയമില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ആറ് സെഷനാണ് കഴിഞ്ഞത്. ഇനി 13 സെഷൻ ടോട്ടൽ ഉണ്ട്. വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ 1-2 പേർക്ക് ചോദിക്കാം. ഓക്കെ. കവിതയിലെ ആലാപന സൗന്ദര്യത്തെക്കുറിച്ചാണ് താങ്കൾ സംസാരിച്ചത്. അവസാനം മുരളി സാറ് പറഞ്ഞു നിർത്തിയത് നമ്മളെ ആലാപനത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കവിത പവിത്രൻ ദീക്കരിയുടെ കവിതയാണ്. അമ്മിണി ചേച്ചി ആമ്പലിറുക്കാനാണ് ഇറങ്ങിയത്, തോമസ് കുട്ടി മാങ്ങ പറിക്കാനാണ് കയറിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു കണ്ടു രണ്ടുപേരും പ്രണയബദ്ധരായിരുന്നുവെന്ന്. ആശയപരമായി നല്ല കവിതയാണ്. പക്ഷെ ഇതിലേക്ക് നമ്മൾ ആലാപന സൗന്ദര്യം കണ്ടെത്തുക.
പിന്നെ ഒരു അഭ്യർത്ഥന, ടീച്ചറെ ഒന്ന് അയ്യപ്പണിക്കരെ കണിക്കുന്ന കവിത ഒന്ന് കുറച്ചൊന്ന് ആലപിക്കാം. എനിക്കിപ്പോൾ ഉണ്ടല്ലേ, എനിക്ക് വേണമെങ്കിൽ മാതൃഭൂമി പത്രവും സംഗീതാക്കി വായിക്കാം. ഇപ്പം തന്നാൽ ഞാൻ വായിച്ചു തരാം. അല്ല, അങ്ങനെ അല്ലാതെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഇതും വേണേൽ പാടാം. നിങ്ങൾ പറഞ്ഞ കവിതയും വേണമെങ്കിൽ ഒരു രാഗത്തിൽ എനിക്ക് പാടാൻ പറ്റും. അല്ല, അത് ഇതിനോട് ബന്ധമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ. വിഷുക്കാലമെത്തിക്കഴിഞ്ഞാലുടൻ, കവിത പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പൂക്കാലമല്ലേ കണിക്കൊന്നയൽ, വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമെത്തിക്കഴിഞ്ഞാലുടൻ. വരികൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അത് സ്ഥിരം ചൊല്ലുന്ന കവിതകളൊക്കെയാണ്, പക്ഷെ പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത്, പ്രായത്തിൻ്റെ പ്രശ്നമാവാനാണ് സാധ്യത, ഓർമ്മയിലേക്ക് വരികൾ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കവിതകളൊക്കെ മിക്കവാറും ഞാൻ ചൊല്ലാൻ പോകുന്ന കവിതകളൊക്കെ ഇതിൽ കുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം. സമയം കഴിഞ്ഞതായിട്ട് അറിയിക്കുന്നു. തൽക്കാലം നമുക്ക് നിർത്താം. പിന്നെ ഒരു സെഷനിൽ ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് കരുതുന്നു. ഈ ഒരു സെഷനിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് നന്ദി കൽപ്പറ്റ മാഷിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാഷ് സ്ഥിരമായിട്ട് കാവ്യം സുഖയും കേൾക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും നന്ദി. കാവ്യാലാപനത്തിലെ നന്ദി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മൾ കൂടി തന്നെയാണ് നടത്തുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതില്ല. ഓക്കെ. കാവ്യാലാപനത്തിലെ സൗന്ദര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ മനോഹരമായി വടകരയുടെ കലാകാരൻ ഗായകൻ VT മുരളി സാറും ജ്യോതി പരിഹാരത്തും ഇവിടെ നടത്തിയ മനോഹരമായ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷനിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കവിതയിലെ വരികളിലൂടെയുള്ള സഞ്ചാരവും അത് നൽകുന്ന അനുഭവവും മനസ്സിലുണർത്തുന്ന വികാരങ്ങളും ചിത്രങ്ങളും ആസ്വദിക്കുന്ന രീതിയും കവിതയുടെ ഒഴുക്കിനെ കുറിച്ചൊക്കെ തന്നെയും ഇവിടെ വടകരയുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ ശ്രീ VT മുരളിയും ഒപ്പം പ്രിയങ്കരിയായ ശ്രീമതി ജ്യോതിബായി പരിയാടത്തും നമ്മളോട് സംവദിച്ചു കഴിഞ്ഞു. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.